ഷാർജയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നത് വൈകും. ഫോറൻസിക് ഫലം ഇന്നും ലഭിച്ചില്ല. ഫലം ലഭിക്കാൻ തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും. മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് അതുല്യയുടെ സഹോദരി ഷാർജ പോലീസിന് പരാതി നൽകി. ഷിനോജ് ഷംസുദ്ദീൻ ഷാർജയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷിനോജ, ഈ ഫോറൻസിക് ഫലം അതിന് ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ? അമൃത, കഴിഞ്ഞ 19-ാം തീയതി പുലർച്ചെയാണ് അതുല്യയുടെ മൃതദേഹം തൂങ്ങി മരിച്ച നിലയിൽ ഭർത്താവിനൊപ്പം താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ കണ്ടെത്തുന്നത്. അടുത്ത ദിവസങ്ങൾ ഇവിടെ വാരാന്ത്യ അവധികളായിരുന്നു. പിന്നീട് തിങ്കളാഴ്ചയാണ് ഇത് സംബന്ധിച്ച തുടർ നടപടികൾ ആരംഭിച്ചത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. ശരീരത്തിലെ പാടുകളുമെല്ലാം മറ്റും വിശദമായി പരിശോധിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി നാളെയും മറ്റന്നാളും ഇവിടെ വാരാന്ത്യ അവധിയാണ്. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇനിയും കാലതാമസം ഉണ്ടാകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തകർ പറഞ്ഞത്. ഇതിൽ നാട്ടിൽ ശക്തമായ നിയമ നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. കാരണം പല വീഡിയോകളും പുറത്തു വന്നിരുന്നു. അതുല്യക്ക് നേരെ ഭർത്താവ് നടത്തുന്ന പീഡനങ്ങൾ എന്നുള്ള നിലയ്ക്ക് വീഡിയോകൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ചവറ തെക്കുംഭാഗം പോലീസ് കൊലപാതകത്തിനും മറ്റ് ഗാർഹിക പീഡനത്തിനുമൊക്കെ കേസെടുത്തിരുന്നു. ഇതിന്റെ തുടർച്ചയായി അതുല്യയുടെ സഹോദരി അഖിലയും ഷാർജ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിശദമായ അന്വേഷണം ഈ സംഭവത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതും പുറത്തു വരാൻ വൈകുന്നതും. എന്തായാലും തിങ്കളാഴ്ചയ്ക്ക് ശേഷമേ ഇത് സംബന്ധിച്ച് കൂടുതൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് ലഭിക്കുന്ന വിവരം. അമൃത. ശരി, ഷിനോജ് ഷംസുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.